മുടിയനാണ് ക്യാപ്റ്റൻ. മുടിയൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ലീഡിങ് കപ്പാസിറ്റി ഒന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മത്സരിക്കാൻ നിൽക്കരുതായിരുന്നു, ഉഴപ്പി പോകണമായിരുന്നു. ഓക്കെ, ഈ പണിക്കേ വരരുതായിരുന്നു, ബിഗ് ബോസിലേ വരരുതായിരുന്നു. യെസ്, പുള്ളി ഭയങ്കര സെൻസിറ്റീവ് ക്യാരക്ടറാണ്, പ്യോസോളാണ്, എല്ലാ കാര്യം തുറന്ന് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിനല്ലല്ലോ നമ്മൾ പോയിരിക്കുന്ന ബിഗ് ബോസിൽ. ഇപ്പോൾ പുള്ളി ക്യാപ്റ്റൻ ആണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവിടുത്തെ മറ്റ് കണ്ടസ്റ്റൻസാണ്. ഈ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ കയ്യിലെ ദേ ആർ ദ റിമോട്ട്. ലൈക്ക് അവർ പറയുന്ന പോലെയാണ് ഋഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുദ്ധി, ബോധവും, വെളിവും, കോമൺ സെൻസും കാര്യങ്ങളും ഒന്നുമില്ല. 50 ദിവസം കഴിഞ്ഞല്ലോ, ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുടെ ക്യാരക്ടറും അല്ലെങ്കിൽ ഇത്രയും ക്യാപ്റ്റന്മാർ വന്നപ്പോൾ എന്താ ചെയ്തതെന്നും എന്താണ് പവർ റൂമെന്നും പവർ റൂമിലെ ആൾക്കാരുടെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ള ബോധവും വെളിവൊന്നും ഋഷിക്കില്ലേ? എന്നിട്ട് നോറയും റസ്മിനും പറയണ കേട്ടിട്ട് ഇള്ള കണ്ട വീക്ക് ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, പവറിലിട്ടു. എന്നിട്ട് നോറ പറയാണ് വീക്കായ ആൾക്കാരെയൊക്കെ പിടിച്ച് പവറിലിട്ടോ ഋഷി, സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അപ്പോൾ പോയിക്കോളൂന്ന്. സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ കൂടെ കളിക്കാനുള്ള നട്ടലില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബീരുക്കളെ പോലെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്? സായി, നന്ദന, അഭിഷേക്, നോറ, റസ്മിൻ വീക്ക് കണ്ടസ്റ്റൻറ്റ്. ഇവർ വീക്കാണ്. ശരണ്യം അതെ എന്തോ കാണിച്ചു കൊടുക്കുന്നു, ശ്രീരേഖം അതെ ഒരു ആക്ടിവിറ്റി വൈസിൽ കയറി പോകുന്നു. ലൈക്ക് എന്നിട്ട് വീക്കായ ആൾക്കാരെ പിടിച്ച് സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ പിടിച്ച് പുറത്താക്കിക്കോളും എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റസ്മിനൊക്കെ എന്നോ ഇരിക്കുന്നതാണ്. അവരൊന്നും നോമിനേഷന് വരണില്ല. മറ്റേ മീശമാധവന് പറയണ മാതിരി കൊച്ചിനാനിഫ പറയും ഇവരൊന്ന് താഴെ ഇറങ്ങിയാലല്ലേ 2 പൊട്ടിക്കാൻ പറ്റുള്ളൂ. ആ അവസ്ഥയാണ്. ഇവർ നോമിനേഷൻ ഒന്ന് വന്നാലല്ലേ നമുക്ക് എവിറ്റാക്കാൻ പറ്റുള്ളൂ, പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഋഷി എടുത്ത ആദ്യത്തെ തീരുമാനം ഫ്ലോപ്പ്. വീക്കായിട്ടുള്ള ആൾക്കാരെ പിടിച്ചിട്ട് സ്ട്രോങ് കണ്ടസ്റ്റൻസ് പോയിക്കോളും എന്നുള്ളത്. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു 1 വീക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം തന്നെ ഋഷിയുടെ ക്യാപ്റ്റൻസി ഫ്ലോപ്പാണ്. അവസാനം ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ഈ സഹായിച്ചവരൊക്കെ പറയും. എന്നിട്ട് അൻസിബ പറയാണ് നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, പവർ റൂമിൽ പോയി അത് സംസാരിക്കണം, ഇത് സംസാരിക്കണം. തത്തമേ പൂച്ചാമെന്ന് ഋഷി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഐ മീൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. സ്വന്തമായ ഒരു തീരുമാനം, അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറൊരാളുടെ സഹായത്തോടു കൂടിയിട്ടുള്ള ക്യാപ്റ്റൻസി ആണെന്നുണ്ടെങ്കിലും എല്ലാവരോടും പറഞ്ഞ, അല്ലെങ്കിൽ ഇന്നലെ ലാലേട്ടൻ വന്നപ്പോൾ തന്നെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഞാനിത് വേറെ ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഈ പരിപാടിയൊന്നും നടക്കില്ല, ലാലേട്ടൻ സമ്മതിക്കില്ല. അറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ അറിയാമെന്ന് പറഞ്ഞ് കയറ്റി വിടും. പക്ഷെ എന്നാലും നമുക്ക് ഒരു പൊസിഷൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം ട്രൈ ആക്കാനല്ലേ നോക്കുകയുള്ളൂ. ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ എന്നാൽ പിന്നെ ഒരു സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും ഒരു ലോലിപോപ്പും കൂടി ബിഗ് ബോസ് കൊടുക്കുക, അവൻ ഏതെങ്കിലും മൂലയ്ക്ക് ഇരിക്കട്ടെ. ആൻഡ് റസ്മിൻ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, റസ്മിനും ജാസ്മിനും ചെറിയൊരു സ്പാർക്ക് നടക്കുന്നുണ്ടല്ലോ, വിശ്വാസമില്ലായ്മ എന്നൊക്കെ അപ്സറോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൊതുവേ ഇപ്പോൾ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഗബ്രിയും ജാസ്മിനും കൂടി പ്ലാൻഡ് ആയിട്ട് വന്നതാണ്, ഇവർ ഫേക്കാണ്. അതുപോലെ അങ്ങനെ പല രീതിയിൽ റസ്മിൻ്റെ ഭാഗത്ത് നല്ല ബാക്ക് സ്റ്റാബും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഋഷിയുടെ ക്യാപ്റ്റൻസി ഈ വഴിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോവുകയും പവർ ടീമൊക്കെ ഫ്ലോപ്പായിരിക്കും. കാരണം ജിൻഡോ ഒക്കെയാണ് നോറയുടെയും റസ്മിൻ്റെ ഒക്കെ ടാർഗറ്റ്. സോ ഇരുന്നപ്പോൾ കാലം ഇത്തിരി നീണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇനി പണിഷ്മെൻ്റ് ഒക്കെ ആയിരിക്കും. എന്തൊക്കെയാണ് കാണിച്ചു വിട്ടാൻ പോണേന്ന് അറിയാൻ പാടില്ല. എന്തായാലും ക്യാപ്റ്റൻസി ഋഷിയുടെ കയ്യിൽ നിന്ന് പോയി, അട്ടർ ഫ്ലോപ്പ്.